നമസ്കാരം. ജൂൺ 27 നാളിൽ മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷം. പ്രദോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദോഷമാണ് ശനിപ്രദോഷം. ദോഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. അന്നേ ദിവസം ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യവും ദാരിദ്ര്യ ദുഃഖവും ആയുരാരോഗ്യം പാപമുക്തി ഐശ്വര്യം സത്കീർത്തി എന്നിവയെല്ലാം ഫലം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നത് അതിവിശിഷ്ടമാണ്. സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ശനിപ്രദോഷം. ഈ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജയിൽ പങ്കെടുത്താൽ 5 വർഷം തുടർച്ചയായി ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം ആയിരിക്കും. പ്രദോഷവ്രതം അനുഷ്ഠിച്ച് ഫലം എന്നിവ സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി ഒരു മാസം 2 പ്രദോഷമുണ്ട്. 2 പ്രദോഷത്തിലും ഭക്തർ വ്രതമനുഷ്ഠിക്കാറുണ്ട്. കറുത്ത പക്ഷത്തിലെ പ്രദോഷവ്രതം മാത്രം അനുഷ്ഠിക്കുന്നവരും ഉണ്ട്. ജൂൺ 27 ശനിയാഴ്ച വരുന്നത് വെളുത്ത പക്ഷത്തിലെ ശനിപ്രദോഷമാണ്. പുണ്യപ്രവൃത്തികൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണിത്. സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷവ്രതം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷസന്ധ്യയിൽ ശിവഭജനം നടത്തുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന നടത്തുന്നതുമൂലം സന്താനലാഭം ആയുരാരോഗ്യം സന്തുഷ്ട കുടുംബജീവിതം എന്നിവ സ്വയം പ്രാപ്തമാക്കാം. വ്രതാനുഷ്ഠാനം ഇങ്ങനെ: പ്രദോഷദിനത്തിൻ്റെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം. തലേന്ന് ഒരിക്കലൂണ് നിർബന്ധമാണ്. പ്രദോഷദിനത്തിൽ രാവിലെ പഞ്ചാക്ഷര ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന, കൂവളമാല സമർപ്പണം, പുറകുവിളക്കിൽ എണ്ണ, ജലധാര എന്നിവ നടത്തുക. പകൽ മുഴുവൻ ഉപവാസമാണ്. അന്ന് അതിനു സാധിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യച്ചോറുണ്ണാം. പഞ്ചാക്ഷര സ്തോത്രം, ശിവസഹസ്രനാമം, ശിവാഷ്ടകം എന്നിവ ഭക്തിപൂർവം ചൊല്ലുക. ശിവപുരാണ പാരായണം നടത്തുന്നതും നന്ന്. എണ്ണ തേച്ചു കുളിക്കാൻ പാടില്ല. സന്ധ്യയ്ക്ക് മുമ്പായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം, പ്രദോഷപൂജ, ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളുക. ഭഗവാന് കരിക്ക് നേദിച്ച് അതിലെ ജലം സേവിക്കുക. അവിലോ മലരോ പഴമോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഓം നമഃ ശിവായ.